10 പൈസയ്ക്ക് കൊള്ളൂല്ല. വെറും അടിയും പിടിയും വെട്ടും കുത്തും ഒന്നുമില്ല. വെറുതെ മനുഷ്യനെ വട്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സിനിമ. എങ്ങനെയുണ്ട് വയലൻസും കാര്യങ്ങളും? പക്ഷെ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് വലിയ വയലൻസ് ആയിട്ട് ഫീൽ ചെയ്യില്ല, കുഴപ്പമില്ല. അത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതാണ്. 18+ ആയിട്ട് അങ്ങനെ നമുക്ക് അതിങ്ങനെ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. പേടിച്ചായിരുന്നു, കണ്ടപ്പോഴും പേടിച്ചായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം നല്ലോണം പേടിച്ചായിരുന്നു. എല്ലാവരെയും കുറച്ചൊന്ന് രക്ഷിച്ചിട്ട് പ്രതികാരം ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ഇതിപ്പോ ഒരു ഗുണവും ഇല്ലാതെ. വലിയ വയലൻസ് ഒന്നും ഇല്ല ആക്ച്വലി. പറയും കണക്ക് 18+ പിള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും കാണാൻ പറ്റും. പെർഫോമൻസ് എല്ലാം ഗുഡാണ്, എല്ലാം നല്ലതാണ്. എല്ലാവരും നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാം ഓക്കെയാണ്, ഗുഡാണ്. അല്ല, ശരിക്കും ഞങ്ങൾ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പൊ ഈ കാണുന്ന അത്ര വലിയ വയലൻസ് ഒന്നും പറയാനില്ല. നമ്മളൊരു ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കണ്ടവരാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ വലിയ വയലൻസ് ഒന്നുമില്ല. മലയാളത്തിൽ വയലൻസ് ഫസ്റ്റ് ആണ്, അത് ശരിയാണ്. മലയാളത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു മൂവീസ് കണ്ടിട്ടില്ല. അങ്ങനെ ആ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതങ്ങനെയാണ്. പക്ഷെ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് വലിയ വയലൻസ് ആയിട്ട് ഫീൽ ചെയ്യില്ല, കുഴപ്പമില്ല. അത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതാണ്. 18+ ആയിട്ട് അങ്ങനെ നമുക്ക് അതിങ്ങനെ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. 10 പൈസയ്ക്ക് കൊള്ളൂല്ല. വെറും അടിയും പിടിയും വെട്ടും കുത്തും ഒന്നുമില്ല. വെറുതെ മനുഷ്യനെ വട്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സിനിമ. എങ്ങനെയുണ്ട് വയലൻസും കാര്യങ്ങളും? വയലൻസ് എന്തോന്ന് വയലൻസ്, കുറെ പേരെ വെട്ടണമെന്നും കുത്തണമെന്നും മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. ലോക്കൽ സിനിമ, 3-കിട സിനിമ. വയലൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നൊരു കാര്യമില്ലാത്ത പോലെ തോന്നി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? അവരൊക്കെ കൊള്ളാം, വില്ലന്മാരൊക്കെ കൊള്ളാം. വിചാരിച്ച പോലെ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല, അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഗംഭീര, അടിപൊളിയാണ്. ജഗദീഷ് സിദ്ദിഖൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെയും സൂപ്പർ അഭിനയമാണ്. തിലകൻ സാറിന്റെ സൂപ്പർ. അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ടല്ലോ. ലോല ഹൃദയമുള്ളവർക്കാണ്. നിങ്ങളൊക്കെ ഭയങ്കര കഠിനഹൃദയരാണ്. എങ്ങനെയല്ല കണ്ണെടുക്കാതിരുന്ന് കാണാൻ പറ്റി? അതായത് എപ്പോഴെങ്കിലും കണ്ണു മാറ്റില്ലേ? നല്ല മൂവിയായിരുന്നു, ഭയങ്കരമായിട്ട് എല്ലാരും പറഞ്ഞു കേട്ടിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു. അന്ന് കണ്ടപ്പോ ഏതാണ്ട് അതുപോലെ. പേടിച്ചായിരുന്നു, കണ്ടപ്പോഴും പേടിച്ചായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം നല്ലോണം പേടിച്ചായിരുന്നു. ഉണ്ണിമൂന്ന് സൂപ്പർ, ഇങ്ങനെ ഇതായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജഗദീഷ് അടിപൊളി, ജഗദീഷ് ഭയങ്കര ബ്രില്യൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. പൊളിയാ ബ്രോ, ഒന്നും പറയാല്ല, ഒന്നും പറയാല്ല, നൈസാ. എന്തായാലും KGF എങ്ങനെയാണോ അതേപോലെയാണ് നമുക്ക് മലയാളത്തില് ഇത് മാർക്കോ, അത്രയ്ക്ക് പൊളിയാ, ഒന്നും പറയാല്ല. ബ്രോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ പുള്ളിക്കാരി ഇപ്പൊ അടുത്തുണ്ടായിരുന്നു, നമുക്ക് കെട്ടിപ്പിടിച്ച് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച അത് സൂപ്പറാ, നൈസാ. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ് മാർക്കോ. പ്രത്യേകിച്ചും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് നല്ല പടമായിരുന്നു. നിങ്ങൾ വന്ന് കാണണമെന്ന് ആഗ്രഹം. ഉണ്ണിമൂന്നൻ നല്ല അഭിനയമായിരുന്നു. ഉണ്ണിമൂന്നൻ ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി, കണ്ടോ, നല്ല അഭിനയമായിരുന്നു. അറിഞ്ഞിട്ടാണ് വന്നത്. കിടിലം പടം, നല്ല ഫൈറ്റ് സീനായ കിടിലം, കുറച്ച് ബ്രൂട്ടൽ സീൻസ് മാത്രമേ ഉള്ളൂ. ഈ പറയാൻ നല്ല പടമാണ്, കൊച്ചുപിള്ളേരെയും കാണാം, വലിയ കുഴപ്പമില്ല. നല്ല പടം, ലേറ്റസ്റ്റ് ആയിട്ട് മലയാളം ഫിലിമിൽ നല്ല ഒരു ആക്ഷൻ മൂവി, വർത്ത് സീയിങ്, ഡെഫിനറ്റ് വാച്ച്. വയലൻസ് നല്ല വയലൻസ് ഉണ്ട്, ബട്ട് ഇംഗ്ലീഷ് പടമായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, ബട്ട് നല്ല വയലൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈം ഇൻ മലയാളം, നൈസ് മൂവി. നല്ല എല്ലാരും പെർഫോമൻസ് നന്നായിരുന്നു. ഒരുപാട് ട്വിസ്റ്റും ടേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലേ കൊള്ളാം, മാസ് പടമായിരുന്നു. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഒരു വയലൻസ് മൂവി വരുന്നത്. അതെ, നല്ല അടിപൊളി പടമായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ജഗദീഷ് ചേട്ടനൊക്കെ വില്ലനായിട്ടാണ്. സൂപ്പറായിരുന്നു, എല്ലാരും സൂപ്പറായിരുന്നു. ഒന്നും പിന്നെ പറയാൻ ഒന്നുമില്ല, ഭയങ്കര മാസായിരുന്നു. എല്ലാവരെയും കുറച്ചൊന്ന് രക്ഷിച്ചിട്ട് പ്രതികാരം ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ഇതിപ്പോ ഒരു ഗുണവും ഇല്ലാതെ. എല്ലാവരും സൂപ്പറാണ്. ഉണ്ണിമൂന്നനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സീൻ.